വയസ്സാങ്കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ അഴിയെണ്ണാനുള്ള എല്ലാ വകുപ്പുകളും തുറന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം LDF ഭരണമായിരുന്നതിനാൽ പിണറായിക്ക് ഓശാന പാടി കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നടന്നു. വാ തുറന്നാൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ പിണറായിയും മന്ത്രിമാരും പൊന്നാടയണിയിച്ച് സ്നേഹിക്കാൻ മത്സരിക്കുകയായിരുന്നു അന്ന്. തിരിച്ച് വെള്ളാപ്പള്ളി പരസ്യമായി LDFനും പിണറായിക്കും വേണ്ടി ശബ്ദമുയർത്തി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും മൂന്നാമതും പിണറായി വരുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ നിരന്തരം അധിക്ഷേപിക്കുകയും താറടിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ UDF അധികാരത്തിലെത്തിയതോടെ വെള്ളാപ്പള്ളിക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. കേസുകൾ ഓരോന്നായി കുത്തിപ്പൊക്കുകയാണ് ഓരോരുത്തരും. അതിന് തുടക്കമിട്ടിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും വെള്ളാപ്പള്ളിയുടെ ആജന്മ ശത്രുവുമായ VM സുധീരനാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ആത്മഹത്യാ കേസിൽ പുനരന്വേഷണം വേണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് സുധീരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും ദേവസ്വം ഖജാൻജിയും മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന KK മഹേശന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മഹേശന്റെ ഭാര്യ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അപേക്ഷ നൽകിയിരുന്നു. താനും ഇക്കാര്യം കത്തിലൂടെ പിണറായിയെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ മുൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് സുധീരൻ പറയുന്നു. ആത്മഹത്യയ്ക്ക് മുൻപ് 32 പേജുള്ള കുറിപ്പ് SNDP യൂണിയൻ നേതാക്കൾക്ക് മഹേശൻ അയച്ചു കൊടുത്തിരുന്നു. അതിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് അനുഭവിച്ച മാനസിക പീഡനങ്ങളും കേസിൽ കുടുക്കി ജയിലിലാക്കും, മൈക്രോ ഫിനാൻസ് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം തലയിൽ കെട്ടിവെക്കും, SNDP യോഗത്തിലും ട്രസ്റ്റിലും നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ മഹേശനിൽ ചുമത്തും എന്നിങ്ങനെയുള്ള ഭീഷണിയും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നതായി ഭാര്യ ഉഷാകുമാരിയുടെ അപേക്ഷയിൽ പറഞ്ഞിരുന്നു. മരണദിവസം തയ്യാറാക്കി പോക്കറ്റിൽ സൂക്ഷിച്ച മരണകാരണം വിവരിക്കുന്ന മറ്റൊരു ആത്മഹത്യാക്കുറിപ്പ് വെള്ളാപ്പള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് മാറ്റിയതായി ചില ഉദ്യോഗസ്ഥർ തങ്ങളെ അറിയിച്ചതായും ഉഷാകുമാരി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോലീസ് കണ്ടെടുത്ത സുപ്രധാന രേഖകൾ പലതും തമസ്കരിക്കപ്പെട്ടു. ഇതെല്ലാം കണക്കിലെടുത്ത് സംഭവത്തെക്കുറിച്ച് സത്യസന്ധരും നിഷ്പക്ഷരുമായ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് സുധീരന്റെ കത്തിലെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രിമാരായ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല, M ലിജു എന്നിവർക്കും കത്തിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ നീക്കമാണ് സുധീരൻ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. തനിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഈ കത്തിൽ മുഖ്യമന്ത്രി സതീശന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ്. വെള്ളാപ്പള്ളിയോട് ഒരിക്കലും സന്ധി ചെയ്യാത്ത 2 നേതാക്കളാണ് സുധീരനും സതീശനും. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപങ്ങൾ. നിലപാടുകളുടെ രാജകുമാരനെന്നാണ് സതീശൻ അറിയപ്പെടുന്നത്. അതിനാൽ പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു കേസ് സുധീരൻ പൊടിതട്ടിയെടുക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ സതീശനാകില്ല. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് സുധീരൻ. സതീശന് വേണ്ടി ഹൈക്കമാൻഡിന് മുന്നിൽ വാദിച്ച നേതാവ്. പക്ഷേ ഈ വിഷയത്തിൽ സതീശന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ അതിൽ പരസ്യ നിലപാടുകൾക്ക് മടിക്കാത്ത വ്യക്തിയുമാണ് സുധീരൻ. അതിനാൽ വെള്ളാപ്പള്ളിയെ പൂട്ടാൻ സതീശൻ രംഗത്തിറങ്ങുമെന്ന് ഉറപ്പ്. മഹേശന്റെ ആത്മഹത്യാ കേസ് മാത്രമല്ല, വെള്ളാപ്പള്ളി പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലും അന്വേഷണവും പിണറായി സർക്കാരിന്റെ കാലത്ത് അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. അതിനും വരും ദിവസങ്ങളിൽ ജീവൻ വയ്ക്കും. അതും മറ്റാരേക്കാളും വെള്ളാപ്പള്ളിക്ക് നന്നായി അറിയാം. അതാണ് UDF ഭരണത്തിൽ വരരുതെന്ന് വെള്ളാപ്പള്ളി ആഗ്രഹിച്ചതും തുറന്നു പറഞ്ഞതും. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ കാട്ടിയ അരിശവും മറ്റൊന്നും കൊണ്ടല്ല.